എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. നമ്മൾ കറുത്ത മുടി, നല്ല രീതിയിൽ കറുപ്പ് മുടിയുള്ളവർക്ക്, ഇപ്പം ഞാനടക്കം മുടി കളർ ചെയ്യും, അല്ലെങ്കിൽ വേറെ കളറിലേക്കൊക്കെ മാറും. എന്നാലും വെള്ള മുടിയാകുന്നത് നമുക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. തീരെ എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് വെളുത്ത മുടികൾ അല്ലേ. കളർ ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ കളർ ചെയ്യുമ്പോഴുള്ളൊരു വെള്ള മുടിക്ക് വേറെ തന്നെ ഒരു സ്റ്റൈലാണ്, ഒരു പ്രത്യേകതയാണ്. എന്നാൽ നാച്ചുറലി വരുന്ന ഗ്രേ ഹെയർസ് വളരെ വൃത്തികേടും വളരെ നമുക്കിഷ്ടമില്ല അല്ലേ, ആർക്കും ഇഷ്ടമില്ല. ഈവൻ വയസ്സായവർക്ക് പോലും ഇഷ്ടമില്ല മുടി നരക്കുന്നത്. സോ നരച്ചവർക്കും ഇനി നരക്കാതിരിക്കാനും ഉള്ള ഒരു സിമ്പിൾ ടിപ്പായിട്ട്, ഒരു 3 ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വളരെ സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓൾസോ ഹെന്ന എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ 7 അയലത്ത് പോലും നമ്മൾ പോകുന്നില്ല. ഹെന്ന നമുക്ക് വേണ്ടേ വേണ്ട. ഓക്കെ, ഹെന്ന ഇല്ലാണ്ട് എങ്ങനെ മുടി വെളുപ്പിക്കാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ വീഡിയോ തുടർന്ന് കാണുക. ബിഫോർ ദാറ്റ് നിങ്ങളോട് പുതിയതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് വരുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻ കാണിക്കും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് എൻ്റെ എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഏതെങ്കിലും വീഡിയോ കാണാം. ഈ ടിപ്സ് ഞാൻ പറയാൻ പോകുന്നത്, നമുക്കറിയാമല്ലേ, ഒരു പ്രായം കഴിഞ്ഞാൽ മുടി നരക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല ഇത്. ഇപ്പോൾ നമ്മുടെ സെയിം ഏജിലുള്ളവർ, ഇപ്പോൾ ഒരു 20 വയസ്സൊക്കെയുള്ള മിക്ക കുട്ടികളിൽ ഇപ്പോൾ കാണുന്ന ഒരു കാര്യമാണ്, മിക്ക ആളുടെ മുടിയും നരച്ചുകൊണ്ട് തുടങ്ങുന്നത് അല്ലേ. സോ അങ്ങനെയുള്ള, അതായത് ഒരു 20 മുതൽ അല്ലെങ്കിൽ ആ ഒരു ഇപ്പോൾ ഈ ചെറിയ പ്രായം തൊട്ടിട്ട് ഒരു 30 അല്ലെങ്കിൽ ഒരു 40 വയസ്സ് വരെ ഉള്ളവർക്ക് പറ്റിയ വീഡിയോ മാത്രമാണിത്. അതിൽ കൂടുതലുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവണമെന്നില്ല. ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്താൽ അതിന് റിസൾട്ട് കിട്ടുമായിരിക്കാം. എന്നാലും ഞാൻ പറഞ്ഞ ഈ ഒരു പ്രായത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ വീഡിയോ ആണ്. എന്തുകൊണ്ടാണ് മുടി നരക്കുന്നത്? നമുക്കറിയാം, എന്താണ് നമുക്ക് കറുപ്പ് നിറം നൽകുന്നത്? മെലാനിൻ ആണല്ലേ. ഈ മെലാനിൻ്റെ പ്രൊഡക്ഷൻ വളരെ കുറയുമ്പോൾ, അത് നമ്മൾ ഇപ്പോൾ ചോദിക്കാം, ചിലപ്പോൾ നമ്മൾ ഈ വൈറ്റനിങ് ക്രീംസിലൊക്കെ മെലാനിൻ കണ്ടന്റ് കുറയ്ക്കാനുള്ള സംഭവങ്ങളുണ്ടല്ലോ, അതുകൊണ്ടല്ലേ കുറയ്ക്കുന്നത്, പിന്നെ എന്തുകൊണ്ട് തല അങ്ങനെ ആകുന്നതിന്? നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ അഭാവം മൂലമാണ് സത്യത്തിൽ നമ്മുടെ മുടി എന്താ പറയുക, ഡാർക്ക് അല്ലെങ്കിൽ ഗ്രേ കളർ ആവുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആവശ്യമായ പോഷകാഹാരങ്ങളില്ല, അല്ലെങ്കിൽ അതിന് നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസും വൈറ്റമിൻസും ഒന്നും കിട്ടാണ്ടിരിക്കുമ്പോഴാണ് മുടി സത്യം പറഞ്ഞാൽ നര വരാൻ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ ഫുഡിൽ നമുക്ക് എന്തൊക്കെയാണോ നര വരാനെന്നല്ല, മെലാനിൻ കൺട്രോൾ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ മെലാനിനെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഫുഡ്സ് നമ്മൾ മാക്സിമം കഴിക്കാൻ നോക്കുക. ഓക്കെ, സോ അതാണ് ഗ്രേ ഹെയർസ് വരാനുള്ള മെയിൻ കാരണം. നമ്മുടെ മെലാനിൻ കണ്ടന്റ് കുറയുന്നുള്ള ഒരൊറ്റ റീസണാണ് ഗ്രേ ഹെയർസ് വരാനുള്ള മെയിൻ കണ്ടന്റ്, അല്ലെങ്കിൽ നമുക്ക് ഏതായാലും ടിപ്സിലേക്ക് കിടക്കാം. ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല. അപ്പം നമുക്ക് ആദ്യത്തെ ടിപ്പ് നോക്കാം. ഞാൻ പറഞ്ഞു വന്നിട്ട് വീഡിയോ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ, നമ്മൾ ഹെന്ന ഒട്ടും തന്നെ ഉപയോഗിക്കുന്നില്ല. ഹെന്ന വേണ്ട നമുക്ക്. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ചെയ്യേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും ആദ്യത്തെ ടിപ്പിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് ചായപ്പൊടി, രണ്ടാമത്തേത് വെള്ളം. ചായപ്പൊടി എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു 2 സ്പൂൺ നിറയെ എടുക്കുക. ഓക്കെ, 2 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ, നിങ്ങൾക്ക് ഏതാണോ പറ്റുക അത് നിറയെ എടുക്കുക. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഒരു നല്ല രീതിയിൽ അത് കുറുകി വന്ന ശേഷം അത് ഓഫ് ചെയ്ത് ഒരു റൂം ടെമ്പറേച്ചറിലൊക്കെ ആയ ശേഷം നമ്മുടെ തലയിലേക്ക് തേച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വലിയ ഹെയർ ആണെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിൽ വെച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ മുടി കോംബ് ചെയ്യുക. കോംബ് ചെയ്ത് കഴിയുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ, മുടിയുടെ എല്ലാ ഭാഗത്തും ഈ പെർട്ടിക്കുലർ ചായ ആവും, മീൻസ് നമ്മുടെ ബ്ലാക്ക് ടീ ആവും. സോ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഒരു ദിവസം കൊണ്ട് ചെയ്തുകൊണ്ടൊന്നും ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഒരാഴ്ച ചെയ്തുകൊണ്ടൊന്നും ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പോകുന്നില്ല. കാരണം ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഹെർബൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളാണ്. നിങ്ങൾ ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഒരു കെമിക്കൽ ഡൈയിലേക്കൊക്കെ പോവാം. ഇത് അതുമായിട്ടൊന്നും യാതൊരുവിധ ബന്ധവുമില്ല. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് കുറച്ച് നാളെടുത്താണെങ്കിലും മുഴുവനായിട്ട് പൂർണ്ണമായിട്ട് പോകാൻ, ഇനി വരുന്ന മുടിയെങ്കിലും വെളുത്ത് വരാതിരിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന റെമഡീസാണ് ഇതൊക്കെ. ഓക്കെ, പറഞ്ഞതുപോലെ കുറച്ച് ചായ ഉണ്ടാക്കുക, നല്ല കുറുകെയുള്ള ചായ ഉണ്ടാക്കണം, കട്ട് ചായ ഉണ്ടാക്കണം. അത് തലയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ശേഷം നല്ലപോലെ മുടി കോംബ് ചെയ്യുക. കോംബ് ചെയ്തിട്ടുള്ള നിങ്ങളതൊരു 1 മണിക്കൂറിലേക്ക് വിട്ട് കളയുക. 1 മണിക്കൂർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ 2-3 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലതാണ്. ഒരു 3 മണിക്കൂർ പിന്നെ കൂടുതൽ പോകണ്ട, ബിക്കോസ് ചിലപ്പോൾ അത് നമുക്ക് ജലദോഷമൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഒരു 3 മണിക്കൂർ മാക്സിമം വെക്കുക. മിനിമം ഒരു 1 മണിക്കൂർ വെക്കുക. ശേഷം കഴുകി കളയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ഷാമ്പു യൂസ് ചെയ്യാൻ പാടില്ല. സാധാരണ പച്ചവെള്ളത്തിൽ കഴുകി കളയുക. സോ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ നല്ല റിസൾട്ട് കണ്ടു തുടങ്ങും. രണ്ടാമത്തെ ടിപ്പാണ് കോക്കനട്ട് ഓയിലും നമ്മുടെ ലെമണും ചെറുനാരങ്ങയും.
നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള അത്രയും കോക്കനട്ട് ഓയിൽ എടുക്കുക. അതിലേക്ക് 2 സ്പൂൺ, അതായത് 2 സ്പൂൺ, ഫുൾ സ്പൂൺ ആയിട്ട്, ഇപ്പോൾ ടേബിൾ സ്പൂൺ ആണെങ്കിൽ അങ്ങനെ അല്ല, എന്താ പറയുക, മാക്സിമം പോവുകയാണെങ്കിൽ 3 സ്പൂൺ, ഇത്രയും ചെറുനാരങ്ങയുടെ നീരെടുക്കുക. അതിൽ കുറയാൻ പാടില്ല കേട്ടോ. സോ ഇത്രയും ചെറുനാരങ്ങയുടെ നീരെടുത്ത് രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് പതപ്പിക്കുക ഇൻ ദ സെൻസ് രണ്ടും മിക്സ് ചെയ്യുക. ഒരു ഫോർക്കൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് അടിച്ച് നല്ലപോലെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് അത് നമ്മൾ തലയിൽ സ്കാൽപ്പിലേക്ക് തേക്കുക. ശേഷം ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഭാഗത്തും എത്തി എന്നുള്ള ആ ഒരു കൺഫർമേഷന് വേണ്ടി മാത്രം. അതിനുശേഷം ഒരു മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് കഴുകി കളയാം. പറ്റുകയാണെങ്കിൽ 2 മണിക്കൂറോളം വയ്ക്കാം. ഓവനായിട്ടൊന്നും വെക്കേണ്ട കേട്ടോ. ഈ ഒരു ടിപ്സും ഞാൻ പറയണ ഇപ്പോൾ ഈ 2 ടിപ്സും ഓവനായിട്ട് വെക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ആൻഡ് അതിനുശേഷം ഒരു 2 മണിക്കൂറിന് ശേഷം ഇത് നിങ്ങൾക്കൊരു മൈൽഡ് ഷാമ്പു അല്ലെങ്കിൽ ഒരു മൈൽഡ് സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകാം. സോപ്പ് ഉപയോഗിക്കേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാലും കുറേ പേരോട് ചോദിക്കാറുണ്ട്, ചേച്ചി സോപ്പ് ഉപയോഗിച്ച് കഴുകിക്കോട്ടെ, മൈൽഡ് ആയിട്ടുള്ളൊരു സോപ്പാണ്, അധികം സോപ്പി കണ്ടൻസ് ഒന്നും ഇല്ല, സോ അതുകൊണ്ട് അത് വെച്ച് കഴുകിക്കോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതിൽ വെച്ച് കഴുകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് 2ാമത്തെ ടിപ്പ്. 3ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും പറയാണ്. കോക്കനട്ട് ഓയിൽ പ്ലസ് കറി ലീവ്സ്, അതായത് കറിവേപ്പില. കോക്കനട്ട് ഓയിൽ തിളപ്പിച്ചിട്ട് അതിലേക്ക് കറി ലീവ്സ് ഇട്ട് കൊടുക്കുക. ഒരു ബൗൾ, അതായത് നമുക്ക് എത്ര വേണോ കോക്കനട്ട്, നമ്മൾ കുറേ നാളത്തേക്ക് ഉണ്ടാക്കി വെക്കണ്ട, നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കിയാൽ മാത്രം മതി. ബിക്കോസ് അതാണ് അതിൻ്റെ ഒരു പരുവം. അതാണ് നമുക്ക് എത്രയാണ് മുടിക്ക് ആവശ്യം അത്രയും എടുക്കുക. എന്നിട്ട് അതിലേക്ക് ആ വെളിച്ചെണ്ണയെക്കാളും കൂടുതലായിട്ട്, ഇപ്പോൾ ഒരു ഇത്ര അളവിലാണ് നിങ്ങൾ വെളിച്ചെണ്ണ എടുക്കണമെങ്കിൽ, ലൈക്ക് ഞാനൊരു ഗ്ലാസിൻ്റെ അളവാണ് പറയണത്, ഈ ഒരു അളവിലാണ് നിങ്ങൾ വെളിച്ചെണ്ണ എടുക്കണമെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ അളവിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റുക. എണ്ണ കാളി അല്ലെങ്കിൽ അങ്ങനെ ഇതായി പോകാൻ പാടില്ല. സോ അതിന് ശേഷം എടുത്തിട്ട് റൂം ടെമ്പറേച്ചറിലേക്ക് വെക്കുക. ശേഷം നമ്മുടെ കരിവേപ്പില അതൊന്നും അരിച്ച് കളഞ്ഞിട്ട് തലയിൽ തേക്കുക. ഓക്കെ, ഒരു എണ്ണ പോലെ ഇത് കണ്ടിന്യൂസ്ലി തുറന്നു കൊടുക്കുക. ആൻഡ് ഇതൊരു എണ്ണയാണ്. സോ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഓവർനൈറ്റ് വെക്കാം, കുഴപ്പമില്ല. പക്ഷെ ജലദോഷം പിടിക്കുന്നവരാണെങ്കിൽ അത് വിട്ടേക്കുക, അത് വേണ്ട. ഓക്കെ, അപ്പോൾ അതാണ് 3ാമത്തെ ടിപ്പ്. ഇതിൽ ഏതൊരു ടിപ്പ് നിങ്ങൾ പരീക്ഷയിലും ഒബ്വിയസ്ലി നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും, പക്ഷേ സമയം എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാനൊരു ഉറപ്പ് തരാം, നിങ്ങൾക്ക് പിന്നീട് വരുന്ന ഒരു മുടിയും ഗ്രേ കളർ ആവില്ല, 100% ഉറപ്പാണ്. പരീക്ഷ വിജയിച്ച സംഭവങ്ങളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മെയിൽ അയക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എന്നോട് സംസാരിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊന്ന് മെസ്സേജ് അയക്കുക. കാരണം ഇൻസ്റ്റയിലാകുമ്പോൾ നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് അയക്കാൻ പറ്റും. ഓക്കെ, എനിക്ക് ടൈപ്പിംഗ് വളരെ മടിയുള്ള കാര്യമാണ്. സോ അതുകൊണ്ട് എനിക്ക് വോയിസ് മെസ്സേജ് അയക്കാൻ പറ്റും. മെയിലിനേക്കാളും എനിക്ക് കുറേയും കൂടെ കംഫർട്ടബിൾ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്നതാണ്. അപ്പം പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുക. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഇതുവരെ ഇൻസ്റ്റയിൽ അയച്ചിട്ട് റിപ്ലൈ കിട്ടാത്ത ആരും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് എല്ലാവർക്കും ഞാൻ ഇൻസ്റ്റയിൽ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈവൻ മെയിലാണെങ്കിൽ കൂടെ, എന്നാലും ഇൻസ്റ്റയാണ് കുറേ കൂടെ കംഫർട്ടബിൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഒന്ന് ഉറപ്പും കൂടി വരുത്തിക്കുക. സോ ദിസ് ഇസ് മീ സ്നേഹ സൈനിങ്.